ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, പുറത്തൊന്ന് പോയിട്ട് വന്നാൽ ലേറ്റ് ആയിപ്പോയി. ഇന്നത്തെ മാർക്കറ്റ് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു. കൂടുതലൊന്നും സംസാരിക്കാൻ കൂടുതലൊന്നുമില്ല. ഓക്കെ, ഈ പോകുന്ന പോക്ക്, ഈ മേലോട്ട് പോകുന്ന പോക്ക്, ആ പോക്കിന് വലിയ ശാശ്വതമൊന്നും കാണത്തില്ല. നേരെ തിരിച്ച് താഴോട്ട് വരും എന്ന് ഞാൻ ഇന്നലെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. കാരണം ഒരു കാരണവുമില്ലാതാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. എന്തിനു വേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റിനെ ബൈ ഫോഴ്സിൽ മുകളിലോട്ട് കൊണ്ടുപോയി. ഇതിന് ഈ പോകുന്നതിന് റീസണൊന്നുമില്ല, ഒരു റീസണും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇന്ന് നേരെ തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പം ഇന്നത് എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ ഗ്യാപ്പ് അപ്പിലൊക്കെ മുകളിലോട്ട് പോയെങ്കിലും നേരെ മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ താഴോട്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, 15 വരുന്ന സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് നേരെ താഴോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു 15 മിനിറ്റ് താഴെ സസ്റ്റെയിൻ ചെയ്തു, മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് പോകും. നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. അത് ഫോളോ ചെയ്തവർക്ക്, പ്രത്യേകിച്ച് ഇന്നലത്തെ പ്രീ മാർക്ക് കണ്ടവർക്ക് ഇന്ന് കൃത്യമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. ഒത്തിരി ഒന്നും നമ്മൾ വാരി വിളിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ ശ്രദ്ധിക്കുക. പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനിടയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളൊക്കെ കേൾക്കാം. വീട്ടിലെയാണ് നമ്മുടെ അവിടുത്തെ കൂട്ട് അത്ര ശാന്തമല്ല ഇവിടെ. ഓക്കെ, കൊച്ചുങ്ങൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സൗണ്ട് കേൾക്കും. ഒരു സെക്കൻഡേ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 24,592 നമ്മൾ വരച്ചിട്ടേക്കുന്നത്. 24,592 നമ്മൾ വരച്ചിട്ടേക്കുന്നത്. അതേ ഓൾമോസ്റ്റ് ആ ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം താഴോട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇതിങ്ങനെ അങ്ങനെ നിന്നോട്ടെ. ഈ ലൈനിൻ്റെ ആവശ്യം ഇനിയില്ല. ഓക്കെ, ഈ ലൈൻ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇനി ഇന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കിക്കോട്ടെ. നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഓക്കെ, അടുത്തത് 25,000, 24,732. പിന്നെ നമുക്ക് വേണ്ടി ഇതുകൂടെ ഈ ഒരു ലൈൻ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് വരയ്ക്കാം. വേണ്ടി ഇവിടെ ഇത്ര നിന്നോട്ടെ, ഇങ്ങനെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മാറി നാളെ ആണെങ്കിൽ നിലവിൽ സെറ്റപ്പ് അനുസരിച്ച് നാളെ ഗ്യാപ്പ് അപ്പാണ്. ഓക്കെ, നാളെ ഗ്യാപ്പ് അപ്പാണ്. നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 150 പോയിൻറ്റ് അപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നാളെ എത്ര ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 25,000 നമ്മൾ വാച്ച് ചെയ്യുക. അഥവാ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 24,592 ആണിപ്പോൾ, 24,578 ഓക്കെ, 24,732 കടന്നാൽ പിന്നെ മാർക്കറ്റ് ഫർദർ 834 26,000 പോകാനുള്ള സാധ്യത. പക്ഷേ അത്രയും ആൾ ഒരു ദിവസം 26,000 എത്തുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും ഇത് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. 24,834 കടന്നാൽ മാത്രം ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴും താഴോട്ട് വരാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ലെവലുകൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തെങ്കിൽ ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഹൈ ഇട്ടുകൊണ്ട് SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ ഗ്യാപ്പ് അപ്പിൻ്റെ ഹൈ SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് താഴോട്ട് നോക്കാം. സസ്റ്റെയിൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ, അല്ല മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 24,834 കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, അല്ലെങ്കിൽ 5 മിനിറ്റ് നല്ല സ്ട്രോങ് ക്യാൻഡിൽ, 15 മിനിറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേലോട്ട് നോക്കാം. ഇതാണ് വെരി സിമ്പിളായിട്ട് പറയാനുള്ള കാര്യം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സെമിനാറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, അത് നമ്മൾ എറണാകുളത്ത് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, ബട്ട് ഞാൻ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് പഠിപ്പിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ മഹാസംഭവകാശങ്ങളൊന്നുമില്ല. ഇതിന് താഴെ പലരും കമൻറ്റ് ഇടുന്നത് സെബി ആണോ അല്ലയോ ഒക്കെ ചോദിച്ചിട്ടുള്ളത്. പോട്ടെ, നമുക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ എന്താണോ ഫോളോ ചെയ്യുന്നത്, ഓക്കെ, ഞാൻ എന്താണോ ഇതിനകത്ത് നിന്ന് പഠിച്ചത് അത് ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് അടുത്ത അതിനൊരു വിലയില്ല. അതുകൊണ്ട് അതിനൊരു ചെറിയൊരു ഫീസ് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ മഹാസംഭവങ്ങളൊന്നുമില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾക്കോ വിവാദങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. വരുന്നവരാരും വരട്ടെ, വരുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം. ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് വരികയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ
ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ, വലിയ മൂവ്മെൻറ്റുകളൊന്നും നടന്നില്ല. നമ്മുടെ ലൈൻ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ഒക്കെ ചെയ്തു, കറക്റ്റ് 55,342 വൃത്തിയായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് നമുക്ക് മേലോട്ടൊന്ന് കയറ്റാം, ഈ ലൈനെ ഒന്ന് മേലോട്ട് കയറ്റാം, ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ലൈൻ ഇങ്ങനെ തന്നെ നടന്നോട്ടെ. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ആ സൈഡിലോട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഈ പറയുന്ന പോലെ തന്നെ 55,342 ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ കൺസോൾട്ടേഷനാണ്. ആ റേഞ്ച് നമ്മളൊക്കെ നോക്കിക്ക് 12,650 കൃത്യമായിട്ട് അവിടെ പോയി റെസ്പെക്ട് ചെയ്ത് നേരെ തിരിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ ചേട്ടൻ എങ്ങനെ ഈ വരയൊക്കെ വരയ്ക്കുന്നത്? ഈ വരയൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്കും വരയ്ക്കാവുന്നേ. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരയ്ക്കാൻ പറ്റും. ഈ വരയെപ്പറ്റി ഞാനൊരു ക്ലാസ്സിന് എടുക്കുന്നുണ്ട്. ഓക്കെ, അതിനെയും അടുത്ത വരവിന് എൻ്റെ വരയുടെ പിന്നിലെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാവർക്കും പലരും ചോദിക്കും, ചേട്ടാ എങ്ങനെ ഈ വരയ്ക്കുന്നു? നിങ്ങൾക്കും വരയ്ക്കാമെന്നുള്ള കാര്യമുള്ളൂ, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാ നോക്കിക്കുക, കൃത്യമായിട്ട് ഇവിടെ വരയ്ക്കാനൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ലൈൻ റെസ്പെക്ട് ചെയ്ത് നേരെ തിരിച്ചു വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇവിടെ പോകുക നോക്കുക, ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് പലരും നല്ല പ്രോഫിറ്റ് എടുത്തുനിന്ന് കണ്ടു, സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു വന്ന് ഇതൊക്കെ ശ്രദ്ധിക്കാമെന്ന് എനിക്കിപ്പോൾ നേരമില്ല. ഒരാഴ്ച കൂടെ ഉള്ളൂ, അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോവാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഒത്തിരി പറഞ്ഞ് നേരം കളയാനില്ല. ഇപ്പോൾ ഇവിടുത്തെ സമയം അവിടുത്തെ സമയമൊന്നും നമുക്ക് സെറ്റ് ആകുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.